ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം പാർട്ട് 12 ആണ്. അതിൽ മേജർ സോഷ്യൽ ക്ലാസ്സസ്. ഓക്കെ, അപ്പോൾ നമ്മൾ റീറ്റെയിലിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റീറ്റെയിൽ ബിസിനസ് എങ്ങനെയൊക്കെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ നോക്കി, ദെൻ നമ്മൾ അതിൻ്റെ എത്തിക്കൽ ഡയമെൻഷൻസ് നോക്കി, ദെൻ അതിൽ എന്തൊക്കെയാണ് റീറ്റെയിൽ ബിസിനസ്സിന് ഒരു കൺസ്യൂമറോടും അല്ലെങ്കിൽ അത് സെയിൽസ്മാനും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എങ്ങനെയാണ് വരുന്നത് നമ്മൾ നോക്കി. പിന്നെ കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസസിനെ പറ്റി നോക്കി. അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മേജർ സോഷ്യൽ ക്ലാസ്സസ് ആണ്. നമുക്കറിയാം മേജർ സോഷ്യൽ ക്ലാസ്സസ് അപ്പർ ക്ലാസ്സും ഉണ്ട്, മിഡിൽ ക്ലാസ്സും, ദെൻ ലോവർ ക്ലാസ്സും. ഇതിൽ തന്നെ അറിയാം, അതായത് ഈ അപ്പർ ക്ലാസ് ആയ ആളുകളും മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളും ലോ ക്ലാസ്സിലുള്ള ആളുകളും പർച്ചേസ് ചെയ്യാൻ പോകുന്ന കൺസ്യൂമേഴ്സാണ്, ഉപഭോക്താക്കളാണ്. ഇവരാണ് പർച്ചേസ് ചെയ്യാൻ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതും അവരാണ് ഓരോ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നതും അവരാണ് നമ്മളെ പ്രോഫിറ്റ് തരുന്ന ആൾക്കാരും. പ്രോഫിറ്റ് അതായത് അവർ വന്നാലല്ലേ നമ്മുടെ മാർക്കറ്റിംഗ് നടക്കൂ, മാർക്കറ്റിൽ ആളുകൾ ഇറങ്ങിയാലല്ലേ നമ്മളെ വ്യാപാരം നടക്കൂ. മീൻസ് നമ്മൾ ട്രേഡ് ആൻഡ് നമുക്കറിയാം അതാണ് നമ്മുടെ ഒക്കുപ്പേഷനായി മാറുന്നത്, വരുമാനമായി മാറുന്നത്. അപ്പോൾ ആ ഒരു സർക്കിളിൽ മേജർ സോഷ്യൽ ക്ലാസ്സസിൽ ഇവരെല്ലാം ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പർ ക്ലാസ്സിൽ അരിസ്റ്റോക്രാറ്റ്സ് ഉണ്ട്, ഇൻഡസ്ട്രിയലൈസേഷനിൽ അതായത് വ്യവസായികൾ, ഇൻഡസ്ട്രിയലൈസിറ്റ്സ്, ദെൻ വെൽ നോൺ ഫാമിലീസ് ആൻഡ് വെൽത്ത് ഫാമിലീസ്, ആൻഡ് ദെൻ മിഡിൽ ക്ലാസ്സിൽ വൈറ്റ് കോളർ വർക്കേഴ്സ്, ഓഫീസ് വർക്കേഴ്സ് ആൻഡ് സ്മോൾ ബിസിനസ് വർക്കേഴ്സ് ആൻഡ് ട്രേഡേഴ്സ്. ലോ ക്ലാസ്സിൽ പുവർ ക്ലാസ് ആൻഡ് അൺഎഡ്യൂക്കേറ്റഡ് പീപ്പിൾസ് ആൻഡ് അൺസ്കിൽഡ് പീപ്പിൾ. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നമുക്കറിയാം അപ്പർ ക്ലാസ്സിൽ അരിസ്റ്റോക്രാറ്റ്സ്, അതായത് അത്യാവശ്യം സമൂഹത്തിൽ ഉയർന്ന അത്യാവശ്യം വെൽത്തൊക്കെ ഉള്ള അത്യാവശ്യം സാമ്പത്തികപരമായി ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. അവർ പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ എങ്ങനെയാണ് വരിക? അവർ പർച്ചേസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള അത്യാവശ്യം ക്യാഷ് ഉള്ള സാധനങ്ങളാണ് ഇവർ പർച്ചേസ് ചെയ്യും. ഇവർക്ക് എന്തായിരിക്കും കുറേ കാലത്തേക്ക് ബ്രാൻഡഡ് സാധനങ്ങൾ, ബ്രാൻഡഡ് ആയിട്ടുള്ളത് കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാനും അവർക്ക് എന്താ പറയുക അത്യാവശ്യം ക്വാളിറ്റി കൂടിയതുമായ ക്യാഷ് ഉള്ളത് വാങ്ങൂ. അതാണ് ഇവരുടെ പ്രത്യേകത. ഏറ്റവും ലോ പ്രൈസ് ഉള്ളവർ വാങ്ങൂല. അതേപോലെ ഇൻഡസ്ട്രിയലിൽ ഉള്ള ആൾക്കാരും, അതായത് വ്യവസായികളിലെ അവരോരോ വ്യവസായികൾ വന്നാൽ അവരും ആരല്ല, ലോ ക്ലാസ് അല്ല, അത് അത്യാവശ്യം ഉയർന്ന ഒരു കാറ്റഗറി ആളുകളാണ്. അവരും അത്യാവശ്യം പ്രൈസുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യും. നെക്സ്റ്റ് വെൽ ഡൗൺ ഫാമിലി. പ്രസിദ്ധമായ ചില ആളുകളും അവരവിടെ എന്ത് തറവാടിൻ്റെ ഇതാക്കാൻ വേണ്ടി ലോ സംഭവങ്ങളൊന്നും വാങ്ങുന്നില്ല. അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണല്ലോ വിചാരിച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങളെ വാങ്ങും. ദെൻ വെൽത്ത് ഫാമിലി, അത്യാവശ്യം പൈസ ഉള്ള ഫാമിലിയാണ് വെൽത്ത് ഫാമിലി വന്നാലും എന്ത് ചെയ്യുന്നു, അവരും അത്യാവശ്യം ക്യാഷുള്ള പ്രൈസ് അതായത് ബ്രാൻഡഡ് ആയിട്ടുള്ള എത്ര ക്യാഷ് ചിലവായാലും അവർ അത്യാവശ്യം നല്ല എമൗണ്ട് സാധനങ്ങൾ വാങ്ങുന്ന ആളുകളാണ് അപ്പർ ക്ലാസ്സിലുള്ള ആളുകൾ. ഇത് സൊസൈറ്റിയിലുള്ളത്, അതായത് മേജർ സോഷ്യൽ ക്ലാസ്സസ് ആണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ എന്താണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, മേജർ സോഷ്യൽ ക്ലാസ്സസ് ആണ് നമ്മുടെ സമൂഹത്തിലുള്ള ഈ ട്രേഡ് ബിസിനസ് സംബന്ധമായ നമ്മുടെ ഈ സമൂഹത്തിലുള്ള ബിസിനസ് സംബന്ധമായ ആളുകൾ താമസിക്കുന്നതാണ് സൊസൈറ്റിയിലുള്ള ആളുകളാണ്. അപ്പോൾ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പർ ക്ലാസ്സും ഉണ്ട്, മിഡിൽ ക്ലാസ്സും ഉണ്ട്, ലോ ക്ലാസ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയി ക്ലാസ് എടുക്കുന്നത് കൊണ്ട് എക്സാമിന് വരുന്നത് മാത്രമേ കവർ ചെയ്ത് പോകുന്നുള്ളൂ. മൊത്തം എക്സ്പ്ലനേഷൻ പഠിച്ചിട്ട് കാര്യമല്ല. എക്സാമിന് എന്താണോ വരുന്നത് അത് പെട്ടെന്ന് പോയിന്റ്സ് ആക്കി പഠിക്കുക, നമ്മൾ മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, അതിൽ ഒരു എക്സാം പോയിൻ്റാണ് മേജർ സോഷ്യൽ ക്ലാസ്സസ്. അപ്പർ ക്ലാസ്സസ് എഴുതി നിങ്ങൾ ആൻസർ ഷീറ്റ് മിസ് പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. ആൻസർ എഴുതുമ്പോൾ വിച്ച് ആർ ദ മേജർ സോഷ്യൽ ക്ലാസ്സസ്, അതായത് ക്വസ്റ്റ്യൻ ഉണ്ടാവും. 5 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അത് ആൻസർ പേപ്പറിന് മുകളിൽ മേജർ സോഷ്യൽ ക്ലാസ്സസ് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് താഴെ there are 3 classes in upper major social classes. So there are important 3 classes in major social classes. എഴുതുക. അതിന് താഴെ അപ്പർ ക്ലാസ് എഴുതുക, മിഡിൽ ക്ലാസ് എഴുതുക, ലോവർ ക്ലാസ് എഴുതുക. അപ്പർ ക്ലാസ് എഴുതിയിട്ട് ഓരോ പോയിന്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ 1 2 3 4 എന്നിട്ടിട്ട് അരിസ്റ്റോക്രാറ്റ്സ് എഴുതുക, ഇൻഡസ്ട്രിയൽ എഴുതുക, വെൽ നോൺ എഴുതുക, വെൽ ഫാമിലി എഴുതുക. നെക്സ്റ്റ് മിഡിൽ ക്ലാസ് എന്ന് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് അതിന് താഴെ സബ് 1 2 3 ABCD എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തെങ്കിലും നല്ലൊരു പോയിന്റ് ചെയ്തിട്ട് വൈറ്റ് കോളർ വർക്കേഴ്സ്, ഓഫീസ് വർക്കേഴ്സ്, സ്മോൾ ബിസിനസ് വർക്കേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ലോ ക്ലാസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പുവർ ക്ലാസ്, പാവപ്പെട്ട ജനങ്ങൾ. നെക്സ്റ്റ്
അൺഎഡ്യൂക്കേറ്റഡ് പീപ്പിൾ, അൺസ്കിൽഡ് പീപ്പിൾസ്. അൺസ്കിൽഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല, പക്ഷെ കഴിവില്ലാത്തവരൊന്നുമല്ല. ലോ ക്ലാസ് പീപ്പിൾ കഴിവില്ലാതെ, പക്ഷെ ഇതൊരു സോഷ്യൽ ക്ലാസ്സസ് ആയി സിലബസിൽ ഉൾക്കൊള്ളിച്ചെന്നുള്ളൂ. അല്ലാതെ ശരിക്കും സൊസൈറ്റിയിൽ ഈ പുവർ ക്ലാസ്സസിനാണ് ഏറ്റവും കൂടുതൽ സ്കില്ലൊക്കെ ഉണ്ടാവുക. അതായത് കഴിവുകൾ, ക്രിയേറ്റിവിറ്റി കഴിവൊക്കെ ലോ ക്ലാസ്സിൽ പാടില്ല എന്നൊരു നിയമം എവിടെയും പറഞ്ഞിട്ടില്ല. എത്രയോ ലോ ക്ലാസ് ആൾക്കാരാണ് ഈ പ്രസിഡന്റും പല സ്ഥാനത്ത് ജോലി ചെയ്യുന്നതും അവരെ കഴിവ് തെളിയിച്ചവരാണ്. നമുക്കവരെ ഇപ്പം തന്നെ അപ്ഡേറ്റ്സ് ന്യൂസുകൾ കേട്ടിട്ടുണ്ടാവും. നമ്മളെ നീറ്റ് എക്സാമിന് റാങ്ക് വാങ്ങിയത് പൊതുവിദ്യാലയത്തിൽ പഠിച്ച 1ാം ക്ലാസ് മുതൽ +2 വരെ മലയാളം മീഡിയത്തിൽ പഠിച്ച നമ്മുടെ സർക്കാരിൻ്റെ പാവപ്പെട്ട ആളുകൾ പഠിക്കുന്നത് പൊതുവെ ധാരണ അല്ലേ. ഫോർ എക്സാമ്പിൾ മിസ് പറഞ്ഞാണ് പൊതുവെ ഒരു ധാരണ എന്താണ്, നമ്മുടെ സർക്കാർ വിദ്യാലയത്തിൽ പഠിക്കുന്ന പിള്ളേർ ഇങ്ങനെ മാക്സിമം റെയറായിട്ടേ നീറ്റും ഇതിലേക്കൊക്കെ ഡോക്ടേഴ്സിൽ അങ്ങനെ കിട്ടുള്ളൂ, റാങ്കൊക്കെ കരസ്ഥമാക്കുള്ളൂ. അവർക്ക് പ്രത്യേക തന്നെ കോച്ചിങ്ങും അവർക്ക് പ്രത്യേകം തന്നെ എന്തു വേണം, പിന്നെ എക്സ്ട്രാ 1 ലക്ഷം 2 ലക്ഷം കൊടുത്ത് എക്സ്ട്രാ നീറ്റ് എക്സാമിനൊക്കെ എക്സ്ട്രാ കോച്ചിങ് കൊടുത്ത് പഠിക്കുന്ന പിള്ളേരാണ് അല്ലേ ഇപ്പോഴത്തെ കാലം നമ്മൾ കാണുന്നത്. സർക്കാർ സ്കൂളിൽ നിന്ന് അങ്ങനെ കിട്ടുന്നു അങ്ങനെ പറയലില്ല, പക്ഷെ ഇപ്പം അതും സംഭവ്യമായി. അപ്പം എന്തു പറയുന്നു നമ്മളോ, അതും ഒരു മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ അറിയില്ല ഒരു കുട്ടിയാണ്. അതേപോലെ ആ ഒരു ഈ പുവർ ആയാലും മിഡിൽ ക്ലാസ്സോ അപ്പർ ക്ലാസ് ആയാലും എന്താണ്, സ്കില്ലുള്ള ആളുകൾ എല്ലായിടത്തും ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകൾ എല്ലായിടത്തും ഉണ്ട്. ഗുഡ് മാനർ, എന്താ സ്വഭാവം മാത്രം നന്നായി മതി. അത് പൊതുവേ നമ്മൾ ജനറൽ നോളജാണ് മിസ് പറഞ്ഞത്. ഇത് നിങ്ങളുടെ സിലബസിലുള്ളതാണ്, BCom പേപ്പറിലുള്ള ഒരു പോയിന്റാണ് എക്സാം. അപ്പോൾ നമ്മൾ ഇത് പഠിക്കുക, അത്രേ ഉള്ളൂ. സിലബസിൽ എന്താണോ ജസ്റ്റ് അത് പഠിക്കുക. പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ പുവർ ക്ലാസ്സസും അൺഎഡ്യൂക്കേറ്റഡും അൺസ്കിൽ എന്നൊക്കെ പറയുമ്പോൾ അത് പ്രാക്ടിക്കലി എന്താവില്ല, കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കാരണം സ്കിൽ എത്രയോ പുവർ ക്ലാസ്സസ് ഒന്നും അൺഎഡ്യൂക്കേറ്റഡ് അല്ല, അൺസ്കിൽ അല്ല. അത് നമുക്ക് ഉള്ളതുണ്ടാവും, എങ്കിലും എല്ലാവരും എന്താണ് അത്യാവശ്യം സ്കില്ലുള്ളത്. അതിന് പുവർ എന്നില്ല, വെൽത്തുള്ള ആൾക്കാർ, പണക്കാരനെന്നില്ല എന്നാണ് പ്രാക്ടിക്കലി മിസ് പറഞ്ഞത്. പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മിഡിൽ നിന്ന് എഴുതിയിട്ട് ഇതന്നെ എഴുതുക, വൈറ്റ് കോളർ എഴുതുക, ഓഫീസ് വർക്കേഴ്സ് എഴുതുക, സ്മോൾ ബിസിനസ് വർക്കേഴ്സ് എഴുതുക, ട്രേഡേഴ്സ് എഴുതുക. നെക്സ്റ്റ് പോയിന്റ് ലോ ക്ലാസ് എഴുതിയിട്ട് അതിന് താഴെ പുവർ ക്ലാസ് എഴുതുക, അൺഎഡ്യൂക്കേറ്റഡ് പീപ്പിൾസ് എഴുതുക, അൺസ്കിൽഡ് പീപ്പിൾസ് എഴുതുക. ഓക്കെ, ആ 3 കവർ ചെയ്യുമ്പോൾ 8 മാർക്ക്, മാക്സിമം 8 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ എത്തിക്കൽ കോഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് എത്തിക്കൽ കോഡ്സ്? ഒരു എന്തുണ്ടാവും, അവനവൻ്റെ ഉള്ളിൽ ഒരു സത്യസന്ധത ഉണ്ടാവും അല്ലേ. നമ്മൾ ബിസിനസ്സിൽ നമ്മൾ മാനേജ്മെന്റ് എന്താ പറയുക, നമ്മൾ ബിസിനസ് മാനേജ്മെൻറ്റ്, അതായത് BCom എന്ന പേപ്പറിൽ ബിസിനസ് സംബന്ധമായ ഏത് പേപ്പറിൽ എന്ത് പോയിന്റ്സ് നമ്മൾ പറയുകയാണെങ്കിലും ഒരു എത്തിക്സിനെ പറ്റി നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നൊരു പേരാണ് എത്തിക്സ്. എന്താണ് എത്തിക്കൽ കോഡ്സ്? ഏതൊക്കെയാണ് എത്തിക്കൽ കോഡ്സ്? സ്റ്റഡി ഓഫ് എത്തിക്കൽ കോഡ്സ് കം ടു ഫോളോയിങ് കൺക്ലൂഷൻ. അതായത് എത്തിക്കൽ കോഡ്സ് ഏതൊക്കെയാണെന്ന ക്വസ്റ്റ്യന് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൻ്റെ ആൻസർ നിങ്ങൾ താഴെ പോയിന്റ് ഔട്ട് ആക്കി എഴുതണം. അത് മിസ് ബോർഡിൽ ഇപ്പോൾ ഇത് എഴുതിയണല്ലോ, ഞാൻ അത് എഴുതാൻ നമ്മുടെ സമയം പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ എഴുതിയത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് എത്തിക്കൽ കോഡ്സ്, വിച്ച് ആർ ദ മെയിൻ എത്തിക്കൽ കോഡ്സ് ഇൻ ബിസിനസ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ വിച്ച് ആർ ദ എത്തിക്കൽ കോഡ്സ് ഇൻ റീറ്റെയിലിംഗ് ബിസിനസ്. ഓക്കെ, റീറ്റെയിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റീറ്റെയിൽ ബിസിനസ് ആണ്. എത്തിക്കൽ കോഡ് ഇസ് the first one is code of ethics must be more than legal public relation അല്ലേ. പബ്ലിക് റിലേഷൻ, നമ്മളെ ജനങ്ങളുമായിട്ട് ഒരു പബ്ലിക് റിലേറ്റഡ് ആയിരിക്കണം. അതായത് നമ്മൾ പബ്ലിക്കുമായിട്ടൊരു സത്യസന്ധമായ ഇടപെടലുകളെ നടത്താവും. നെക്സ്റ്റ്, ദീസ് കോഡ്സ് ആർ യൂസ്ഫുൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് പ്രാക്ടിക്കൽ. എത്തിക്കൽ കോഡ്സ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയ ഒരു സംഭവമാണ്. അത് പ്രാക്ടിക്കൽ ആയാലും വളരെ പോസിറ്റീവ് ഇഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അണ്ടർസ്റ്റാൻഡബിൾ ആണ്, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കോഡാണ്. നെക്സ്റ്റ്, വിസിബിൾ സൈൻസ് ആൻഡ് സപ്പോർട്ട് ഓഫ് എത്തിക്കൽ പ്രാക്ടീസ് മസ്റ്റ് ബി ഇൻ ബിസിനസ് മാനേജ്മെന്റ് വിത്ത് ദ മോറൽ ടോൺ ഓഫ് കോപ്പറേറ്റീവ് കോണ്ടക്ട് ബീങ് അറ്റ് ദി ടോപ്പ്. അതായത് ഇറ്റ്സ് എ ഗുഡ് സൈൻ ഓഫ് ദ സപ്പോർട്ട് ഓഫ് എത്തിക്കൽ പ്രാക്ടീസസ് മസ്റ്റ് ബി ഫോർ ഹോമിങ് ഫ്രം. അതായത് എത്തിക്കൽ കോഡ്സ്, ഈ ഒരു സിഗ്നൽ ഓർ സൈൻ, അത് എത്തിക്കൽ കോഡ്സിന് സപ്പോർട്ട് ചെയ്യുന്നൊരു സിഗ്നലാണ്. നെക്സ്റ്റ്, ദിസ് ഈസ് നോ സിംഗിൾ അപ്രോച്ച് ടു ബിസിനസ് എത്തിക്സ് ദാറ്റ് ഈസ് ഐഡിയലി പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ. ഒരു പ്രത്യേക പെർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സംഘടന, ഒരു പ്രത്യേക സംഘടനയ്ക്കും എന്ത് ബിസിനസ് എത്തിക്സ് ഐഡിയലി സ്യൂട്ടഡ്, അത് സ്യൂട്ടാവും. ഓക്കെ, അത് ഓരോരോ സെപ്പറേറ്റ് ഓർഗനൈസേഷൻ അത് സ്യൂട്ട് ആക്കണമെങ്കിലും ആക്കാം, പക്ഷെ ഒരു ഓർഗനൈസേഷന് മാത്രം എന്താ സ്യൂട്ടായിട്ട് പ്രാക്ടിക്കലാക്കാൻ പറ്റും. The top management must champion its demand for the highest ethical posture for the company. Okay,
അതായത് മാനേജ്മെന്റ്, ദ ടോപ്പ് മാനേജ്മെന്റ് മസ്റ്റ് ചാമ്പ്യൻ ഇസ് ഡിമാൻഡ്. അതായത് മാനേജ്മെന്റ് ചാമ്പ്യൻസ്, അതായത് അത്രയും ഉയർന്ന കഴിവുള്ള ഒരു ഗ്രൂപ്പിന് ഹയസ്റ്റ് എത്തിക്കൽ പോസ്ചർ ഫോർ കമ്പനിക്ക് വേണ്ടി എന്ത് ചെയ്യാം, ഈ ഒരു സിഗ്നൽ ഉപയോഗിക്കാം. ഓക്കെ, അതായത് നല്ല ഹയസ്റ്റ് മോസ്റ്റ് മാനേജ്മെന്റ് ടീമിന് ഈ ഒരു സിഗ്നൽ ഓർ കോഡ് എത്തിക്സിനെ റിലേറ്റഡ് ആയിട്ട് ഈ കോഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, എത്തിക്കൽ റീറ്റെയിലിംഗ് ഫങ്ഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിനും പ്രൊമോഷൻസിനും ഡിസ്ട്രിബ്യൂഷൻ എല്ലാം അല്ലേ. നമുക്കറിയാം എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ റീറ്റെയിലിംഗ് ഫങ്ഷൻസ്. റീറ്റെയിലിംഗ് ഫങ്ഷൻസ് എങ്ങനെയാണ് റീറ്റെയിലിംഗ് എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ റീറ്റെയിലിംഗ് ഫങ്ഷൻസ്. റീറ്റെയിലിംഗ് ഫങ്ഷൻ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു എത്തിക്കൽ പ്രാക്ടീസ് ഇതിലേക്ക് കൊണ്ടുവരിക. എത്തിക്കൽ നമുക്കറിയാം, അതായത് ഒരു സത്യസന്ധമായ ഒരു ഇടപെടൽ വേണമെന്ന് പറഞ്ഞു. അത് നമ്മൾ റീറ്റെയിൽ ബിസിനസ്സിലേക്ക് വരുന്ന ഫാക്ടേഴ്സ്, പോയിന്റ്സ് ആണ് മിസ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് പ്രൊമോഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഈ ഒരു വിഭാഗത്തിലാണ് എത്തിക്സ് നമ്മൾ എങ്ങോട്ട് സമൂഹത്തിൽ സൊസൈറ്റിയിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എൻഷ്യൂർ substantial risk and associated with the product or service users to customer. നമ്മൾ എന്ത് റിസ്ക് എടുക്കുകയാണെങ്കിൽ, എത്ര റിസ്കി പ്രൊഡക്റ്റ് ആണെങ്കിലും അത് കസ്റ്റമറിന് കൊടുക്കും അതിൻ്റെതായ സത്യസന്ധമായ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യുക, അത് വിൽക്കാൻ, സെൽ ചെയ്യാൻ. ഓക്കെ, അതായത് അത് ആരും നമ്മുടെ ഡീലിങ്സ് ആണ്. സെയിൽസ്മാനും കസ്റ്റമറും നമ്മളെ ഡീലിങ്സ് ആയിരിക്കും. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ അതിൽ ചേർത്ത വസ്തുക്കൾക്കെല്ലാം എന്താ ഹൈലി റിസ്കി ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ പറയുമ്പോൾ തേനൊക്കെ, മിസ് ഒരു എക്സാമ്പിൾ പറയാം. തേനൊരു പ്രൊഡക്റ്റാണ്. അത് എവിടെ നിന്ന് കിട്ടണം? മരത്തിൻ്റെ മുകളിൽ തേനീച്ചക്കൂട്, അതൊരു റിസ്കി ആണെന്നാണ് മിസ്സിൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം തേനീച്ച കുത്താതെ അത് എടുക്കുക എന്നാണ് ആദിവാസി, അത് ആ ഒരു ട്രേഡുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ആദിവാസി സമൂഹത്തിൽ ഉള്ള മരം കയറുന്ന അതിലുള്ള യുവാക്കളൊക്കെ ഉണ്ടാവും. മരം കയറി അങ്ങനെയൊക്കെ കാടുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്നവരെടുക്കുന്ന ജോബാണ് അല്ലേ തേനൊക്കെ എടുക്കാൻ പോകും. അവരാണ് കടയിൽ കൊണ്ട് വിൽക്കുന്നതും പിന്നീട് അത് തേനായിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നതും പിന്നെ അത് സെയിൽസ്മാനും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻ ഇൻട്രാക്ഷനൊക്കെ എത്തണമെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്ന വരുന്ന ഒരു റിസ്കി ജോബ് എന്നാണ് തേനെടുക്കുന്നത് എന്നാണ് നമ്മളൊരു കാഴ്ചപ്പാട് അല്ലേ. തേനീച്ച കുത്താതെ അത് എടുക്കുന്ന റിസ്കി ജോബാണ്. നെക്സ്റ്റ് ഇതിൽ പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് എനി കോമ്പണന്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മൈറ്റ് മെറ്റിക്കലി ചേഞ്ച് ഇൻ പ്രോഡക്റ്റ്, ഐഡന്റിഫിക്കൽ ദ എക്സ്ട്രാ കോസ്റ്റ് ആഡഡ് ഫീച്ചേഴ്സ് അല്ലേ. അതായത് എൻ്റെ സവിശേഷതയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിന്ന് മാറ്റി വാങ്ങിക്കാനോ അങ്ങനെ കാര്യത്തിലൊക്കെ നമ്മൾ എത്തിക്സ് കീപ്പ് ചെയ്യണം. ദാറ്റ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. പ്രൊമോഷൻ, റീറ്റെയിലേഴ്സ് ഷുഡ് അവോയ്ഡ് ഫാൾസ് ആൻഡ് മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ് അല്ലേ. എന്ത് ചെയ്യും, പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് ഒരു റീറ്റെയിലേഴ്സും ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കത്തില്ല. പരസ്യത്തിൽ ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, നമ്മൾ അത് ചെയ്തു കൊടുക്കും, നമ്മൾ ഇത് ചെയ്തു, അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാക്കി പറയുന്ന ഒരു ടീമല്ല റീറ്റെയിലേഴ്സ് എന്നാണ് ഇതിൻ്റെ പ്രൊമോഷൻസിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രൊമോഷൻ. ഇത് പ്രൊമോഷനും ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഒക്കെ എത്തിക്കൽ പ്രാക്ടീസ് ഓഫ് റീറ്റെയിലിംഗ് ഫംഗ്ഷനിൽ വരുന്ന കേട്ടോ. എത്തിക്കൽ പ്രാക്ടീസ് ഓഫ് റീറ്റെയിലിംഗ് ഫംഗ്ഷനിൽ വരുന്നതാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റും പ്രൊമോഷൻസും ഡിസ്ട്രിബ്യൂഷൻസും അല്ലേ. നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് വിതരണം ചെയ്യുക എന്നാണ് മലയാളത്തിൽ അർത്ഥം. പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അവർ സർവീസ് കസ്റ്റമറും പിന്നെ ഇവരും തമ്മിൽ എന്താവുക, ഒരു ഇൻട്രാക്ഷൻ. റിസ്കി ഇതാണെങ്കിൽ സത്യസന്ധമായി കൊടുക്കുക. പിന്നെ പിന്നെന്താ അതിൽ പറഞ്ഞത്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എക്സ്ട്രാ കോസ്റ്റ് ആഡഡ് ഫീച്ചേഴ്സ്. എക്സ്ട്രാ കോസ്റ്റ് ആഡഡ് ഫീച്ചേഴ്സ് എന്തെങ്കിലും അതിന് മൂല്യം കൂടുതലാണെങ്കിൽ അതിന് വിലയുടെ മൂല്യം കൂട്ടണം. അത് വാങ്ങുന്ന ആളോട് അതിന് എത്രത്തോളം മൂല്യമുണ്ടെന്ന് പറയുകയും വേണം. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം, എങ്കിലേ അതിനുള്ളത് പ്രാക്ടിക്കൽ ആവുള്ളൂ. നെക്സ്റ്റ് വരുന്ന പ്രൊമോഷൻസ്. റീറ്റെയിലേഴ്സ് ഷുഡ് അവോയ്ഡ് ഫാൾസ് ഇൻഫർമേഷനിൽ ഫാൾസ് അഡ്വർടൈസ്മെൻറ്റ്. അതായത് അഡ്വർടൈസ്മെൻറ്റ് പരസ്യം എന്താവുന്നില്ല, ഫാൾസ് ആയത് കൊടുക്കില്ല. നമ്മൾ അങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെ ചെയ്യും, അങ്ങനെ പറഞ്ഞ് ഓരോരോ ഇല്ലാത്ത കഥ ഉണ്ടാക്കി പറഞ്ഞിട്ട് കസ്റ്റമേഴ്സിനെ എന്താക്കുന്നില്ല, അവരെ ആകർഷിക്കുന്നില്ല. അതൊരു ഫാൾസ് ആണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വഴിയൊന്നും ആരും സ്വീകരിക്കുന്നില്ല, റീറ്റെയിലേഴ്സ് സ്വീകരിക്കുന്നില്ല.